If this is what it is, this is what they call Hardeep Puri's name appears in link in the Epstein file. 2014 से 16 के बीच में हरदीप पुरी कुछ नहीं था. ഈ എപ്സ്റ്റീൻ ഫയൽസ് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സകല സംഘികൾക്ക് ചൂട്ടുപിടിക്കുന്ന മറുനാടനെ പോലത്തെ തേർഡ് റേറ്റ് ചാനലുകളും എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ അത് ഏതോ ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഏതോ ഒരു കാമവെറിയൻ, അതായത് 15 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത പെമ്പിള്ളേരെ വെച്ചിട്ട് കൂട്ടിക്കൊടുത്ത് തൻ്റെയും തൻ്റെ കൂട്ടക്കാരുടെയും സുഖത്തിനും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്കും രാജ്യ താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാമവെറി കാണിക്കുന്ന ഒരു കുറ്റവാളി. അതിനിപ്പോൾ നമുക്കെന്താ, നമ്മുടെ ജിയുടെ പേരും നമ്മുടെ പൂരിയുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ ചില ബിസിനസ്സുകാരുടെ പേരും അതിൽ വന്നു എന്നൊക്കെ അല്ലേ ഉള്ളൂ, അതൊന്നും നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ എന്ന് വളരെ നിസ്സാരമായിട്ട് പറയുന്ന നമ്മുടെ ഗോദി മീഡിയയും അതുപോലെ തന്നെ സംഘ പറവാണ ചാനലുകളും ഈ മറുനാടനെ പോലത്തെ തേർഡ് റേറ്റ് ചാനലുകളിലും ഇവന്മാർ കുത്തിയിരുന്ന് അതിന് എത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. സംഗീസം മാറ്റി നിർത്തിയിട്ട് സംഗീസവും സുഡാപ്പിസവും അല്ലെങ്കിൽ കമ്മീസവും മൂരീസവും പിന്നെന്താ പറയുക കൊങ്ങീസോ ഒക്കെ നിങ്ങൾ അങ്ങ് മാറ്റി നിർത്തി. ഇതൊക്കെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അത്തരത്തിലുള്ള എപ്സ്റ്റീനെ പോലത്തെ അത്രയും വലിയൊരു കുറ്റവാളി അയാൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള പെൺപിള്ളേർ ഇപ്പം അവർ പ്രായപൂർത്തിയായി വലിയ വലിയ പെണ്ണുങ്ങളായിട്ട് അവർ വന്ന് ഡെയിലി ഈ പറഞ്ഞ വൈറ്റ് ഹൗസിന്റെ മുമ്പിലും വാഷിങ്ടണിലും അവർ ഡെയിലി ഇന്റർവ്യൂസ് കൊടുക്കുക അവരെ ചെയ്ത കാര്യങ്ങളെ പറ്റി വിത്ത് ഫോട്ടോ വിത്ത് എവിഡൻസ്. നിങ്ങൾ അമേരിക്കൻ ന്യൂസ് ചാനലുകൾ നിങ്ങൾ കാണും. നിങ്ങൾ നമ്മുടെ നാട്ടിലെ മലനാടൻ്റെ മലം വർത്താനങ്ങളും അതല്ലാണ്ട് രാജ്യത്തിരിക്കുന്ന നമ്മുടെ നാട്ടിലിരിക്കുന്ന ഗോദി മീഡിയകളും അല്ല, ഇന്ത്യ ലൈവും ABC മലയാളമൊന്നും അല്ല. നിങ്ങൾ വേൾഡ് ന്യൂസ് കാണുക. ഓരോ ദിവസവും അമേരിക്കയുടെ അവസ്ഥ, അമേരിക്കയിൽ ഇതിനെതിരെ ആൾക്കാർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ഒരാളുടെ ഫയലിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളുടെ ഇമെയിലുകളിൽ നമ്മുടെ ഇന്ത്യൻ മന്ത്രിമാർ, നമ്മുടെ അങ്ങ് കൊടി കൊത്തിയ മന്ത്രി അടക്കം താഴത്തേക്കുള്ള മന്ത്രിമാരുടെ പേര് അവർ മീറ്റ് ചെയ്തു, അവർ കണ്ടു, അവർ ഡീൽ ഉറപ്പിച്ചു, അവർ ഏത് മുടിയുടെ കളറുള്ള പെമ്പിള്ളേരെ വേണമെന്ന് വരെ നമ്മുടെ നാട്ടിലെ മുതലാളിമാർ അങ്ങോട്ട് മെയിൽ അയച്ചതിൻ്റെ കഥ 1, 2, 3, 4, 5 വട്ടം കണ്ടെന്ന് നമ്മുടെ മന്ത്രി വന്ന് പറയുന്ന അവസ്ഥ. കണ്ടത് എന്തിനാ? ഇന്റർനാഷണൽ പീസ് ഓർഗനൈസേഷന്റെ സംസാരിക്കാൻ. പിന്നെ ഇവനെ പോലത്തെ ഒരുത്തനാണല്ലോ അതിന് നിൽക്കുന്നത്. അതിനകത്ത് കൂടെ അവർ ഏതൊക്കെ ഡീലുകൾ ഉറപ്പിച്ചിട്ടുണ്ടാവും. ഇത് കണ്ട് ഞാൻ പറഞ്ഞ ആ സംഭവങ്ങൾ, ആ എല്ലാ ഇസങ്ങളും നിങ്ങൾ അങ്ങ് മാറ്റി നിർത്തി നിങ്ങൾ ചിന്തിക്കും, ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇതേ സ്ഥാനത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ ഏതെങ്കിലും ഒരു MP-മാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുൻ മന്ത്രിമാരുടെ പേരാണ് വന്നതെങ്കിൽ ഇന്ന് ഈ സംഘികൾ ഇവിടെ ചാണകെട്ട് ചവിട്ടില്ലായിരുന്നു എല്ലാവരും കൂടെ. തിരിച്ചു വന്നപ്പോൾ എന്തുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുന്നു? എന്തേ മലനാടാ, നിനക്കൊന്നും നിന്റെ തലയിലെ തലച്ചോറിന് പകരം ചാണുമല്ല, ചാണത്തിന് പകരം തീട്ടം കയറ്റി വെച്ചതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത്ര സിമ്പിൾ. നിങ്ങൾ ആ വീഡിയോ കാണണം അവൻ്റെ, ഇത്ര സിമ്പിളായിട്ട് അവൻ അത് പറഞ്ഞു തള്ളുന്നു എന്നുള്ളത്. പേര് വന്നത് വെറുതെ അതല്ലെങ്കിൽ മറ്റേ മഞ്ഞപത്രത്തിൽ അടിച്ചു വന്നതല്ല. അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തോട്ട് വിട്ടതിൽ ഇൻക്ലൂഡിങ് വിത്ത് നെയിം പാടി ആടി സുഖിപ്പിച്ചു. അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഗുണം കിട്ടിയിട്ടുണ്ട്. 2017 ശേഷം പല സ്റ്റേജ് കയറിയിട്ട് ട്രംപ് മേരാ ഫ്രണ്ട്, ട്രംപ് ഇന്ത്യക്കാ ഫ്രണ്ട്, ട്രംപ് മറ്റേതാ മറച്ചാന്നും പറഞ്ഞ ഒരുത്തം നടന്നിരുന്നു നമ്മുടെ വിശ്വഗുരു. എന്നിട്ട് അവസാനം ആ ട്രംപ് അണ്ണാക്കിലടിച്ചു കൊടുത്തില്ലേ? എന്നിട്ട് ഇപ്പം എന്തായി? അവസാനം വീണ്ടും പോയി കാല് പിടിച്ചു, ഡീലുകൾ ഉറപ്പിച്ചു. അപ്പോഴാണ് എപ്സ്റ്റീൻ ഫയലിലെ പേരുകൾ വന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പലതും തോന്നും, പലതും പുറത്തോട്ട് വരും, പല ചിന്തകളും വരും. സംഗീതം മാറ്റി നിർത്തി നിങ്ങൾ ചിന്തിക്കി. ഇന്നലെ കോൺഗ്രസിന്റെ പവൻ കേര ഇതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു. ആം ആദ്മി പാർട്ടി അവരുടെ ഒരു പ്രസ് കോൺഫറൻസിൽ കംപ്ലീറ്റ് ഇമെയിലുകളുടെ വിത്ത് പ്രൂഫായിട്ട് അവരൊരു ഒരു ഏകദേശം എനിക്ക് 50 മിനിറ്റോളമുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2014 മുതൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന വിശ്വഗുരു, ചക്കക്കുരു, വേൾഡ് ദൈവം, ലോക ദൈവം, ബയോളജിക്കൽ ദൈവം എന്ന് മുതലാണോ രാജ്യം ഭരിച്ചത്? അന്ന് മുതലാണ് എപ്സ്റ്റീനുമായിട്ട് ഈ പറഞ്ഞ മന്ത്രിമാർക്കും ഈ പറഞ്ഞ നേതാക്കൾക്കും ഈ പറഞ്ഞ മുതലാളിമാർക്കും കണക്ഷൻ വന്നത്. അതിനുശേഷമാണ് അമേരിക്ക നമ്മുടെ മറ്റേ അമ്മയുടെ ഫ്രണ്ടായത്, ഇസ്രായേൽ നമ്മുടെ ബെടാ ദോസ്തുക്കളായത്. ആദ്യമായിട്ടൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി 2017 ഇസ്രായേലിലോട്ട് പോയത് ഈ മീറ്റിങ്ങുകൾക്ക് ശേഷമാണ്. ഇതൊക്കെ കണക്ട് ചെയ്യും നിങ്ങൾ, വെറുതെ അല്ലാതൊന്നും പറയുന്നത്. അതിന് ഡീറ്റെയിൽസ് ഉണ്ട്. പവൻകർ എന്ന് പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അത് കേൾക്കുമ്പോഴെങ്കിലും മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലോട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളത്. हरदीप पुरी में कि अचानक आपने उनको पहले तो इंडिपेंडेंट चार्ज का मंत्री बना दिया, बेचारा वो डिजिटल इंडिया प्रमोट कर रहा था, आपने तेल मंत्री बना दिया. काबिलियत क्या थी? सांसद बाद में बनाया, मंत्री पहले बना दिया. काबिलियत तो बताइए मुझे. दबाव था?
किसका दबाव था? किसके इशारे से इनको मंत्री बनाया गया? നരേന്ദ്ര മോദിജിക്ക് ജവാബ് ദേനാ പടേഗാ. ഇതൊക്കെ കണ്ട് പേടിച്ചിട്ടായിരിക്കണം നമ്മുടെ പൂരി കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു പത്രസമ്മേളനം നടക്കുക. ആ പത്രസമ്മേളനം A to Z ആന മണ്ടത്തരങ്ങളും കംപ്ലീറ്റ് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം വൈരുദ്ധ്യങ്ങളായിരുന്നു. അതിലെ ചില പോയിന്റുകളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് കൂടിക്കാഴ്ചകളെ പറ്റിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിരുന്നു ഇത്. എപ്സ്റ്റീനെ കാണാൻ പോകാറുണ്ടെന്ന് തനിക്ക് ഒരു 4-5 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് അറിയില്ലായിരുന്നു, തൻ്റെ ഡ്രൈവർ കൊണ്ടുപോയതാണ് ഒരു സ്ഥലത്തോട്ട്. എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത് എപ്സ്റ്റീനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആര്? ഒരു ഇന്ത്യൻ അംബാസിഡർ. ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഒരു ഇന്ത്യൻ അംബാസിഡർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ നിങ്ങൾ മാറ്റ്, നമ്മുടെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ ഒരു ഡ്രൈവറിന്റെ കൂടെ അങ്ങ് ഇറങ്ങി പോവുക. ഡ്രൈവർ എങ്ങോട്ടോ ഒന്ന് കൊണ്ടുപോയി അമേരിക്കയിൽ. എത്തിപ്പെട്ടപ്പോൾ ഞാനിത് എപ്സ്റ്റീൻ്റെ മുമ്പിൽ, ഞാനെങ്ങനെ എത്തി? ഡ്രൈവറെ നീ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. ഇപ്പം ഞാനോ നിങ്ങളോ ഒരു ഡ്രൈവറിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്? സാധാരണക്കാരായ നമ്മൾ പോലും നമ്മളറിയാത്ത അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ ഒരു ഡ്രൈവറിൻ്റെ കൂടെ കണ്ട സ്ഥലത്തോട്ട് കയറി ചെല്ലൂല. അപ്പോഴാണ് ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ, ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ടുള്ള ഒരാൾ ഡ്രൈവർ എങ്ങോട്ടോ കൊണ്ടുപോയി, ഞാൻ അവിടെ ചെന്നു, ഞാൻ അപ്പോഴാണ് കണ്ട ആദ്യമായിട്ട് ഞാൻ ഞെട്ടിയതെന്ന് പറഞ്ഞതിൽ ആദ്യത്തെ കളവ്. രണ്ടാമത്തെ കാര്യം, കൂടിക്കാഴ്ചകളെ പറ്റിയുള്ള ചോദ്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ ഡിജിറ്റൽ ഇന്ത്യ വിവരങ്ങൾ പങ്കുവെച്ചു. ये जो चीजें मैं बोल रहा हूं, डिजिटल इंडिया, मेक इन इंडिया, आई एम टॉकिंग अबाउट दिस इन द मंथ ऑफ November 2014. If memory serves me right, these projects started in 2015. So here I was a far-sighted private citizen who knows what kind of work the Modi government is going to do and the kind of transformation is it. So if this is what it is, this is what they call Hardip Puri's name appears in the Epstein file. 2014 से 16 के बीच में हरदीप पुरी कुछ नहीं था. तो ये किसके आदेश पर, किसके निर्देश पर एप्स्टीन से मिलने जाता था? एप्स्टीन से मेल्स पे डिजिटल इंडिया, स्किल इंडिया, ये सब चर्चाएं करता था. और तो और हैरानी की बात, 13 नवंबर 2014 को रीड हॉफमैन को एप्स्टीन ने एक मेल भेजा जिसमें वो डिजिटल इंडिया के बारे में जानकारी दे रहे थे. तारीख याद रखना, 13 नवंबर 2014. डिजिटल इंडिया शुरू कब हुआ, अनाउंस कब हुआ, वो डेट भी देख लीजिए जरा. डिजिटल इंडिया जुलाई 2015 में शुरू हुआ. यानी कि एप्स्टीन को भारत के नागरिकों से पहले डिजिटल इंडिया की जानकारी हमारे बाबू ഹർദീപ് പുരി ദേ രഹേ थे. അതായത് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് 2015 ജൂലൈയിലാണ്. പക്ഷെ 2014 നവംബർ മോദി അധികാരത്തിൽ കയറിയതിനു ശേഷം 2014 നവംബർ പൂരി ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എപ്സ്റ്റീന് നൽകിയിട്ടെന്നാണ് പുള്ളി എന്നെ പറഞ്ഞത്. അതെങ്ങനെ 2014 ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ട് പോലില്ല ഗവൺമെന്റ്. ആ സമയത്ത് 2014 ഈ പറഞ്ഞ ഹർദീപ് സിംഗ് പൂരി നമ്മുടെ ആരുമല്ല, മോദിയുടെ മന്ത്രിസഭയിലുള്ള ആളല്ല. അന്ന് പുള്ളിയല്ല നമ്മുടെ ഇന്ത്യൻ അംബാസിഡർ. പുള്ളി അപ്പോഴേക്കും മാറിയിട്ടുണ്ട്. പുള്ളി അപ്പോഴേക്കും കോൺഗ്രസ് ഇതിൽ നിന്ന് വിട്ട് പുള്ളി മാറി നിൽക്കുന്ന സമയത്ത് പുള്ളി എങ്ങനെ അടുത്ത വർഷം പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു അനൗൺസ്മെന്റ് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു പദ്ധതിയുടെ കാര്യം എപ്സ്റ്റീനുമായിട്ട് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ എന്തായിരുന്നു എപ്സ്റ്റീൻ്റെ അടുത്തോട്ട് കണക്ട് ചെയ്യാനുള്ള വ്യഗ്രത? ഇന്ത്യ അന്ന് ഭരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യ ആരുടെ കയ്യിലോട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തത്? ആ വെച്ച് കൊടുത്ത സമയം മുതൽ ഈ പറഞ്ഞ ആളുകൾ ആരൊക്കെ കണക്ട് ചെയ്യാൻ പോയത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ ED വന്ന് NIA വന്ന് ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും നേതാക്കളോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ആയിരുന്നെങ്കിൽ അവരുടെ വീട് കയറി ഇറങ്ങിയനെ. ഒരു ബുക്കിന്റെ പേരും പറഞ്ഞ് ആ ബുക്കിൽ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ രാജ്യദ്രോഹമാണ്, അതായത് കരസേനാ മേധാവി സത്യം പറഞ്ഞതിന് ആ ബുക്ക് പ്രസിദ്ധീകരിക്കാൻ നിന്ന ആളുകൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരുടെ വീട്ടിൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ED കയറി നിറഞ്ഞതാ. ആ ഒരു കാര്യത്തിന് EDക്കും NIAക്കും ഒക്കെ കയറി നിറഞ്ഞ ഇത്രയും വലിയൊരു കാര്യം കേന്ദ്രമന്ത്രി ഇത്തരത്തിലുള്ള ഒരു തേർഡ് റേറ്റ് ഗുണ്ടയുടെ കൂടെ കാണാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പേടിയാ, ചെയ്യാൻ പറ്റില്ല. കാരണം ഇയാളെ വിട്ടത് ഇതേ ആൾക്കാരാണ്. ചെയ്യൂല, അങ്ങോട്ട് പോകൂല. അതാണ് ഇതിന്റെ സത്യാവസ്ഥ. അങ്ങനെ ഈ 2014 നവംബറിൽ പുള്ളി 2015 ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു കാര്യം ഈ പറഞ്ഞ എപ്സ്റ്റീനുമായിട്ട് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ഇന്ത്യൻ അംബാസിഡർ, ഒരു US അംബാസിഡർ അല്ല, ആ സമയത്ത് നമ്മുടെ കേന്ദ്രമന്ത്രിയല്ല. അപ്പൊ ഇയാൾ ഇതിന്റെ ഇടനിലക്കാരനല്ലേ? ഇയാൾ എന്തിനന്ന് ആക്കി? ആരാക്കി? മോദിയാക്കിയോ അല്ലെ RSS ആക്കിയോ? ആരാക്കിയാൽ അത് ചെയ്തു. അതവിടെ നല്ല വെട്ടിപ്പായിട്ട് ചെയ്തു. അതിനുശേഷം പലവട്ടം ഇയാൾ അങ്ങോട്ട് മെയിൽ, ആ മെയിൽ കോപ്പികളാണുള്ളത്, അങ്ങോട്ട് മെയിലേക്ക് can I see you Jeff,
എനിക്ക് നിങ്ങളൊന്ന് കാണാൻ പറ്റുമോ? ഓക്കെ, നിങ്ങൾ വന്നത് എങ്ങോട്ടാ പോയത്? അതിൽ കാണിക്കണ്ട. എൻ്റെ വീട്ടിലോട്ട് വരാനാ പറഞ്ഞത്. ഔദ്യോഗികമായിട്ട് കാണാൻ പോകുമ്പോൾ ഒരു ഓഫീസിലോട്ടോ ഒന്നുമല്ല, ജെഫ്രി എപ്സ്റ്റീൻ്റെ വീട്ടിലോട്ടോ അല്ല ഓഫീസിലോട്ടോ അല്ലെങ്കിൽ ഈ പൂരിയുടെ ഓഫീസിലോട്ടോ ഒന്നുമല്ല പോയത്, അയാളുടെ വീട്ടിലോട്ടാ. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് മെയിലുകൾ വരിക പലവട്ടം, 4-5 വട്ടം. ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തുണ്ടാവും, അങ്ങോട്ട് വാ, എൻ്റെ വീട്ടിലോട്ട് വാ. ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എൻ്റെ വീട്ടിലോട്ട് വാ. അങ്ങനെ പലവട്ടം പോയി കണ്ടുകൊണ്ടിരിക്കുക. ഇന്റർനാഷണൽ പീസ് ഓർഗനൈസേഷനെ പറ്റി സംസാരിക്കാനേ വീട്ടിലോട്ടാണ് കയറി ചെല്ലുന്നത്. അതിൻ്റെ ഇടയിലാ വന്നു ആര്? നമ്മുടെ ഏറ്റവും വലിയ അംബാനി, അനിൽ അംബാനി കയറി വന്നു. അനിൽ അംബാനി കയറി വന്നിട്ട് എന്തായി? മുടിയുടെ കളറ് ഇന്ന രാജ്യത്തെ പെണ്ണെന്നല്ല, സോറി, ഇന്ന രാജ്യത്തെ കുട്ടി, അതുവരെ കണക്കാക്കി പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത്. നിങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥകൾ എത്രത്തോളം എന്നുള്ളത്. As a representative of the government of India, how and why was he sending a mail to Epstein, a sex offender, a criminal? And before that, between 2014 and 16, by what authority, under whose instructions, under what authority was he interacting with Epstein? He was a nobody. Mr. Hardeep Puri was a retired diplomat, full stop. We had 3 ambassadors between 2014 and 16 to the US. One was S. Jaishankar, the other was Arun Singh, and the third was Navtej Sarna. Were they so useless that the Prime Minister needed Hardeep Puri's services to interact with Epstein? Why? And Mr. Hardeep Puri was talking about Digital India 7 months before Digital India was made public in India, was announced in India. ഈ പറഞ്ഞ ചർച്ചകൾ, ആദ്യത്തെ കൂടിക്കാഴ്ചകളിലൊന്നും ഈ പറഞ്ഞ നമ്മുടെ പൂരിയുടെ ആ സമയത്ത് ജയശങ്കറാണ് അമേരിക്കൻ അംബാസിഡർ. ആ സമയത്ത് ഇയാൾ മന്ത്രി പോലും ഇല്ല. അപ്പം ജയശങ്കർ പോലും അറിയാണ്ടില്ല, ജയശങ്കർ പോലും ഇൻവോൾവ് ചെയ്യാണ്ട് ഇയാൾ അതിൻ്റെ ഇടനിലക്കാരനാക്കിയത് എന്തിന്? ആ ആളാണ് ഇപ്പം നമ്മുടെ മന്ത്രി. അത് രാജ്യസഭാ അംഗത്വം കിട്ടുന്നതിന് മുമ്പ്, തെരഞ്ഞെടുത്തിട്ടല്ല കേട്ടോ, രാജ്യസഭാ അംഗത്വം കിട്ടുന്നതിന് മുമ്പ് ഹർദീപ് സിംഗ് പൂരിയെ നമ്മൾ മന്ത്രിയാക്കിയത് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, എന്തിൻ്റെ ഉപകാരമാണ്, എന്തിൻ്റെ പ്രത്യുപകാരമാണ് എന്നുള്ളത് ഈ മന്ത്രിസ്ഥാനം വരെ. हरदीप पुरी में कि अचानक आपने उनको पहले तो इंडिपेंडेंट चार्ज का मंत्री बना दिया, बेचारा वो डिजिटल इंडिया प्रमोट कर रहा था, आपने तेल मंत्री बना दिया। काबिलियत क्या थी? सांसद बाद में बनाया, मंत्री पहले बना दिया। काबिलियत तो बताइए मुझे। दबाव था? किसका दबाव था? किसके इशारे से इनको मंत्री बनाया गया? नरेंद्र मोदी जी को जवाब देना पड़ेगा। അതുവരെ ഇല്ലാത്ത ഫ്രണ്ടിനെ ഫ്രണ്ട് ആക്കണമെങ്കിൽ, ട്രംപിനെ സുഖിപ്പിക്കണമെങ്കിൽ എപ്സ്റ്റീൻ ത്രൂ ഇസ്രായേലിൽ പോയി അവിടെ ആടി പാടി അവർക്ക് വേണ്ട നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചോളാം, അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എത്ര കോടിക്ക് വേണമെങ്കിലും ഏത് യുദ്ധക്കോപ്പുകളും നമ്മൾ ആയുധങ്ങളും വാങ്ങിച്ചോളാം, അത് കണ്ടു കഴിഞ്ഞാൽ ഇസ്രായേലിന് സന്തോഷമാവും, ട്രംപിനും സന്തോഷമാവും എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. അങ്ങനെ ഒരു വേൾഡ് ലീഡറാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള PR വർക്ക്, അല്ലെങ്കിൽ ഒരു വിശ്വഗുരുവാണെന്ന് നിങ്ങളുടെ മുമ്പിലോട്ടൊക്കെ അണിഞ്ഞ് കെട്ടിച്ച് കൊണ്ടുവരാനുള്ള PR വർക്കിൻ്റെ ഒരു ഭാഗം. അതിനൊക്കെ വേണ്ടിയിട്ട് ഇവന്മാർ എന്തൊക്കെ കാണിച്ചു കൂട്ടി നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഇങ്ങനെ ഓരോ സാധനങ്ങൾ, ഓരോ കാര്യങ്ങളാണ് പുറത്തോട്ട് എടുത്തിട്ടുണ്ടിരിക്കുന്നത് എപ്സ്റ്റീൻ ഫയൽസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് നമ്മുടെ ദേശീയ നയങ്ങളിൽ, നമ്മുടെ ദേശീയ പോളിസീസിലൊക്കെ എത്ര സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനത്തെ ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്യാനും, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് സംസാരിക്കാനും, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി ഡീലുകൾ ഉറപ്പിക്കാനും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെമ്പിള്ളേരെ കൂട്ടിക്കൊടുക്കുന്ന ഒരുത്തൻ്റെ വീടുകളിൽ വരെ കയറി നിരങ്ങി ഡാൻസും കളിച്ച് പാട്ടും പാടി സുഖിപ്പിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത്. ഞാനും നീയും. ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത്, ഈ കണ്ടു നിൽക്കുന്ന സാധാരണ ആൾക്കാർ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? എടാ സംഖ്യകളെ, നിൻ്റെ ഒക്കെ കുട്ടിയിൽ കയറും ഒരു കാലത്ത്. അന്നാ നീ വിവരം അറിയാം. ബെഡ് ഇങ്ങോട്ട് പൊട്ടുമ്പോഴാണ് നീ വിവരം. എത്രയും കാലം നീയൊക്കെ പൊക്കി പിടിച്ച ആളുകളുടെ അവസ്ഥ. അന്ന് നിനക്കും കിട്ടും പണി. നിന്റെ വീട്ടിലും ഇല്ലേ 10 വയസ്സിലും 12 വയസ്സിലും 8 വയസ്സുള്ള പെമ്പിള്ളേര്? ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ പെമ്പിള്ളേരെ കൊണ്ടുപോയിട്ട് എമ്മാതിരി പരിപാടികൾ അവന്മാർ കാണിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരുത്തൻ്റെ കൂടെ പോയിട്ടാണ് പല ഡീലുകളും നമ്മൾ ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത്. നാണമുണ്ടോ? ഷാഗയിലെ കുണ്ടനടിയുടെ കഥ നാട് മൊത്തം പാട്ടാപ്പം. അതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ ഇങ്ങനത്തെ നേതാക്കന്മാരാണ്. നിങ്ങളുടെതൊന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇയാൾ രാജിവെച്ചാൽ മതിയോ? ഇങ്ങനത്തെ ഇയാൾ രാജിവെക്കല്ല, ഇയാൾ വേറെ വല്ലതൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കഥകളാണ് പുറത്തോട്ട് വരുന്നത്. എന്നിട്ടൊരു ഉളുപ്പില്ലാണ്ട് ഇതിനെതിരെ ചോദ്യം ചെയ്ത് ഇതിനെതിരെ ഒരു വാക്ക് മിണ്ടിയിട്ടുള്ള രാഹുൽ ഗാന്ധിനെ പുറത്താക്കണമെന്ന്, രാഹുൽ ഗാന്ധിക്ക് ആജീവനാന്ത വിലക്ക് കൊടുക്കണമെന്ന്. ആ വിലക്ക് കൊടുക്കണം എന്നും പറഞ്ഞ BJP പ്രതിനിധിക്ക് സ്വന്തം വീട്ടിൽ പെമ്മക്കളുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പം നീയൊക്കെ അങ്ങനത്തെ ചിന്തകളൊന്നും എനിക്കൊന്നുമില്ലേ, പിന്നെ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉളുപ്പുണ്ടോ നായിൻ്റെ മക്കളെ എന്നാ ചോദിക്കാൻ തോന്നുന്നത്. അത് സിമ്പിളായിട്ട് അതേ ചോദിക്കാൻ തോന്നുള്ളൂ. ഇനി ഇതിന്
അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എപ്സ്റ്റീൻ ആയാലും നമ്മുടെ നാട് ഭരിക്കുന്ന ഈ വൃത്തികെട്ട പൂരി മക്കളാണ്. പൂരി എന്ന് പറയാൻ വേറെ തെറ്റിയിരിക്കേണ്ട, ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ പൂരി മോനെ പോലത്തെ ആളുകളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർ, പെട്രോളിയം മന്ത്രി. ഇങ്ങനത്തെവന്മാരെ താങ്ങി നടക്കുന്ന സംഖ്യകൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോൻ്റെ താഴത്ത് വന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നോക്കിക്കോ, അവനൊക്കെ അവൻ്റെ വീട്ടിലെ പെമ്മക്കളൊക്കെ എന്ത് സംഭവിച്ചാലും ഒരു കോണവുമില്ല, അവൻ അപ്പോഴും വിളിക്കും ഈ പറഞ്ഞ വിശ്വഗുരുക്ക് ജയ് വിളിച്ച് നടക്കുന്ന വെറും തേർഡ് റേറ്റ് ചെറ്റ സംഖ്യകളാണെന്നുള്ളത് നിങ്ങൾ അപ്പം ആലോചിച്ചാൽ മതി. അതിൽ കൂടുതലും ചിന്തിക്കാനില്ല അതിന്. പിന്നെ കഷ്ടം.